അഭിലാഷ്, അഭിലാഷ് ഈ സെറ്റിൽ മുഴുവൻ സുർമ വിറ്റ് നടന്നു, എന്നെ എഴുതിച്ചു, കണ്ണടയും മച്ചു എന്നൊക്കെ പാടി. എന്തായാലും അസലായി. നമുക്ക് ജഡ്ജസിനോട് ചോദിക്കാം. എൻജോയ് ചെയ്ത് പാടി എന്തായാലും. മഞ്ജരി, അടിപൊളി സുർമ, അസലായിട്ട് പാടി അഭിലാഷ്. ഒരു എന്താ പറയാ, ഒരു വളരെ എന്റർടൈനിങ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു ഇത്. പാട്ടിലായാലും പെർഫോമൻസ് വൈസ് ഇന്ററാക്ഷനിലായാലും എക്സലന്റ്ലി ഡൺ. ഐ റിയലി എൻജോയ്ഡ് ഇറ്റ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. പ്രത്യേകിച്ച് തേനുലാവും എന്നൊക്കെ പാടി ആ ലൈൻസ് ഒക്കെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. എന്നിട്ട് ആ മദനനെ ഒന്ന് പാടാമോ? മദനനെ മയക്കുന്ന മിഴിയിൽ ഇളം മാതള മലരുകൾ വിരിയാൻ, മദനനെ മയക്കുന്ന കുറച്ചുകൂടി പെർഫെക്ഷൻ ആവായിരുന്നു അവിടെ. ഒരു ഒഴുക്ക് കുറച്ചുകൂടി വരായിരുന്നു. മദനനെ ഒന്ന് പാടി നോക്കാം. അങ്ങനെ മദനനെ മയക്കുന്ന മിഴിയിൽ ഇളം മാതള മലരുകൾ വിരിയാൻ, മദനനെ മയക്കുന്ന മിഴി. മയക്കുന്നൊക്കെ പാടുമ്പോൾ അത് മയങ്ങി വരുന്ന ആ ഒരു ഫീല് കൊണ്ടുവരായിരുന്നു. പിന്നെ സുറുമ വാങ്ങുവിൻ വാങ്ങുവിൻ സുറുമ വാങ്ങുവിൻ, ആ ലൈനൊന്ന് പാടും. വാങ്ങുവിൻ സുറുമ വാങ്ങുവിൻ വാങ്ങുവിൻ സുറുമ വാങ്ങുവിൻ. അവിടെ സുറുമ ആ മാ ശ്രുതി പിടിക്കാൻ വേണ്ടിയിട്ട് ആദ്യം നേരത്തെ പാടിയപ്പോഴത്തേക്ക് സുറുമ വാ അങ്ങനെ വന്നു അത്. അപ്പൊ അതൊക്കെ കുറച്ച് ശ്രദ്ധിക്കണം. ആ അങ്ങനത്തെ സ്ഥലങ്ങളെ കുറച്ചുകൂടി സ്ട്രെയിറ്റ് ആയിട്ട് പാടാൻ ശ്രമിക്കണം. വാങ്ങുവിൻ സുറുമ വാ, അത് വരരുത്. നേരത്തെ പാടിയപ്പോൾ അങ്ങനെ വന്നു 2 പ്രാവശ്യം പാടി. ഇപ്പം അതില്ല പാടുമ്പോൾ. അപ്പൊ ഈ ഓട്ടത്തിന്റെ ഇടയിൽ ശ്രുതി പിടിക്കാനുള്ള ആ ഒരു ശ്രമത്തിലാണ് ഇത് വന്നത്. സോ ബാക്കി അതല്ലാതെ കോസ്റ്റ്യൂമിലായാലും കണ്ണൂരിലെ ആ ഒരു സ്ലാങ്ങും അതൊക്കെ കൊണ്ടുവന്നു. ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. താങ്ക് യു സോ മച്ച്. ശ്രീവത്സൻ സാർ. അഭിലാഷ് വളരെ നന്നായി, അസാധ്യമായി പാടി. എന്നുവെച്ചാൽ ഈ ഇങ്ങനെ ഇത്രയും വെറൈറ്റി ആയിട്ട് പല ട്യൂൺസും ഇതിൻ്റെ ഇടയിൽ വന്നു പോയി. എന്നെ സംബന്ധിച്ച് വളരെ ശ്രുതി ശുദ്ധമായിട്ട് പാടി. ചെറിയ ചെറിയ പോരായ്മകൾ ഉണ്ടാവാം, എന്നാലും എസ്പെഷ്യലി സുറുമ എന്നൊക്കെ പറയുന്ന ആദ്യത്തെ പോർഷൻ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു അതും ഓപ്പൺ ആയിട്ട് വിടണല്ലേ, സുറുമ അങ്ങനെ നിർത്തണല്ലേ. അങ്ങനെ നിർത്തുമ്പോൾ പോലും ആ ശ്രുതി നമുക്ക് അത് ഒരു നാച്ചുറൽ ഗിഫ്റ്റാണ് അഭിലാഷിന്. അത് ഇനിയും പരിപോഷിപ്പിക്കണം കേട്ടോ. അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ്. അസലായിട്ട് പാടി. താങ്ക് യു സോ മച്ച്. ഉണ്ണിയേട്ടാ. അഭിലാഷ്, ഈ ഗാനം കൊണ്ടുവന്നതിന് പ്രത്യേക അഭിനന്ദനങ്ങൾ. കാരണം ഇതിന്റെ സംഗീത സംവിധായകൻ ആരാണെന്ന് അറിയാലോ അല്ലെ? BA ചിദംബരനാഥ് ആയിരുന്നു. അദ്ദേഹം അനവധി നല്ല ഗാനങ്ങൾ നമുക്ക് കേരളത്തിന് സമ്മാനിച്ചിട്ടുണ്ട്. കുങ്കുമപ്പൂകൾ പൂത്തു, കരയുന്നു പുഴ ചിരിക്കുന്നു, അങ്ങനത്തെ നല്ല നല്ല ഗാനങ്ങൾ തന്ന സംഗീത സംവിധായകനാണ്. മാത്രമല്ല ഈ പാട്ട് ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെട്ടത് ദാസേട്ടൻ അഭിനയിച്ചിട്ടാണ്. ദാസേട്ടൻ വാസ്തവത്തിൽ എനിക്ക് തോന്നുന്ന ഒരു കോമഡി സോങ് ആയിട്ട് ആദ്യം പാടിയ പാട്ട് ഇതാണെന്ന് തോന്നുന്നു. വളരെ നന്നായിട്ട് പ്രസന്റ് ചെയ്ത് ആ കാലത്ത് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ വന്ന. എന്തായിരുന്നു ഇതിന്റെ പ്രചോദനം ഈ പാട്ട് എടുക്കാൻ? ഈ പാട്ടും ചിറ്റപ്പൻ പറഞ്ഞതാണ്, അപ്പൊ കേട്ടപ്പോ ഇഷ്ടപ്പെട്ടു. നന്നായി പാടി അഭിലാഷ്. ആ ഒരു പാട്ടിനോട് തികച്ചും നീതി പുലർത്തിയിട്ടുണ്ട്. ആ ഒരു ഷോമാൻഷിപ്പും എല്ലാം നന്നായിരുന്നു. എനിക്ക് കുറച്ച് വീക്കായി തോന്നിയത് ആർക്ക് വേണം സുറുമ ആർക്ക് വേണം എന്ന് പറഞ്ഞ ഭാഗത്ത് മാത്രം കുറച്ചൊന്ന് വീക്കായി തോന്നി എനിക്ക് അഭിലാഷ്. ഒരു ഒറ്റ സ്ട്രെച്ചിൽ ഇത്രയും പാടുന്നോണ്ട് വരുന്നതാണ്. ഇറ്റ്സ് ക്വൈറ്റ് നെഗ്ലിജിബിൾ. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഏതാ വെച്ചാൽ ആ തേനുലാവും സുറുമ ഹൈ നോട്ട് പാടിയില്ലേ, വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. അത് ആ കറക്റ്റ് നോട്ട് ടച്ച് ചെയ്യുമ്പോഴത്തെ ഒരു സുഖം ഉണ്ടല്ലോ, വളരെ നന്നായിരുന്നു. അത് ഹൈലി കമൻഡബിൾ, ഗുഡ് വർക്ക്. ആൻഡ് ഫിനിഷിങ്ങും എല്ലാം നന്നായിരുന്നു. ഷോമാൻഷിപ്പും പാർവതീനെ കളിയാക്കിയതും എല്ലാം നന്നായിരുന്നു. കന്നഡ ഇനി വെക്കണ്ടെന്ന് പറഞ്ഞിട്ടുള്ളൂ അല്ലേ? സുറുമ എഴുതി ഇനി കന്നഡ വെക്കണ്ടെന്ന്. ഓക്കെ, ഗുഡ് ലക്ക് ടു യു. താങ്ക് യു സോ മച്ച്. അപ്പൊ എന്തായാലും പെർഫോമൻസും പാട്ടൊക്കെ ഗംഭീരായെന്ന് നമ്മൾ കേട്ടു. നമുക്ക് മാർക്സ് ഗംഭീരാക്കണ്ടേ? ആവുമായിരിക്കും. മഞ്ജരി 25 out of 30. ശ്രീവത്സൻ സാർ 27 out of 30. 26. 78 plus performance. Plus 8. 86 out of 100. അഭിലാഷ്, കൺഗ്രാറ്റ്സ്. അഭിലാഷിന്റെ ആദ്യത്തെ പെർഫോമൻസ് ആയിരുന്നു. നല്ല മാർക്സ് ആണ് കിട്ടിയിരിക്കുന്നത്. അറിയാലോ, ക്വാർട്ടർ ഫൈനൽസിലായപ്പോൾ ജഡ്ജസും കുറച്ച് ഇങ്ങനെ പിടിച്ചൊക്കെയാണ് മാർക്സ് ഇരുന്നത്. എനിക്ക് 86 വൺ ഓഫ് ദ ഹയസ്റ്റ് എന്ന് തന്നെ പറയണം. ഇതുവരെ കഴിഞ്ഞ പെർഫോമൻസ് ഹയസ്റ്റ്. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്.